മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇടമാണ് കേരളം എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പാളയം എന്ന് പറയുന്ന നഗരം. നമുക്കറിയാം, ഗണപതി കോവിലും അതിനൊപ്പം തന്നെ പാളയം ജുമാ മസ്ജിദും അതിനൊപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളിയും ഒക്കെ ഒരു ഫ്രെയിമിൽ വരുന്ന കാഴ്ച നമുക്ക് ഈ പാളയത്ത് വന്നാൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ആ കാഴ്ചയ്ക്ക് ഉദാഹരണമാണ് ഇത്തരത്തിൽ പൊങ്കാലയ്ക്ക് പള്ളികൾ തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും നമ്മൾ ഈ കാഴ്ച കണ്ടതാണ്. ഇത്തവണ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും പാളയം ഇമാം VP സുഹൈബ് മൗലവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങയുടെ പ്രസംഗം വലിയ രീതിയിലുള്ള പ്രചരണം ലഭിച്ചിരുന്നു, സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണം ലഭിച്ചിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന സ്ത്രീ ജനങ്ങൾക്ക് പള്ളികൾ തുറന്നു കൊടുക്കണം, അവർക്ക് ആവശ്യമായ കുടിവെള്ളം അടക്കം നൽകണം, ഭക്ഷണം അടക്കം നൽകണം ഈ റമളാൻ മാസത്തിൽ എന്നുള്ളൊരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഒരുക്കങ്ങളൊക്കെ പള്ളി? ഇന്ന് പള്ളിയിൽ നമ്മുടെ സഹോദരിമാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണ ഈ കമ്മ്യൂണിറ്റി ഹാളിലാണ് അവർ വിശ്രമിക്കാറുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാള് ഈ നോമ്പുതുറക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ടേബിളൊക്കെ ഇട്ടുകൊണ്ട് സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക പന്തൽ തന്നെ പള്ളിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുചിമുറി, അതൊക്കെ പ്രത്യേകം സംവരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കുടിവെള്ളം പള്ളിയിലെ കുടിവെള്ള പൈപ്പിൽ നിന്ന് ശേഖരിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിലൊക്കെയാണ് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ സജ്ജീകരണം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം പല സഹോദരിമാരും വന്നിട്ടുണ്ടല്ലോ, അവർക്ക് നോമ്പുകഞ്ഞി വിഭവങ്ങൾ കുടിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ അവർ വന്ന സമയത്ത് കുറച്ചുകൂടി വൈകി വന്നപ്പോൾ തറാവീന് ശേഷം വന്ന ആളുകൾക്ക് ചായയും സ്നാക്സും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങയുടെ പ്രസംഗം വലിയ രീതിയിൽ വൈറലായതാണ്. ഇന്നത് നമുക്കറിയാം, കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് യാതൊരു ബന്ധമില്ലാത്തൊരു സിനിമ പുറത്തിറങ്ങാണ്. അതിൽ വലിയ രീതിയിൽ ഈ മുസ്ലിം വിഭാഗങ്ങളെയും ഹിന്ദു വിഭാഗങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ആശയമാണ് ആ സിനിമ നൽകുന്നത്. അതിനിടയിലാണ് അങ്ങയുടെ പ്രസംഗം വൈറലാകുന്നത്. പൊങ്കാല വരുന്നത്, റമളാൻ മാസത്തിലൊരു പൊങ്കാല വരുന്നത്, അതിനെങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഈ കേരള സ്റ്റോറിയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും. അതായത് കേരളം മോശമാണ്, അതല്ലെങ്കിൽ പൈശാചികമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും കേരളം അങ്ങനെയല്ല. കേരളം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന, ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശം, ഒരു സംസ്ഥാനം തന്നെയാണ്. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ആ ഒരു അർത്ഥത്തിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹോദര്യത്തിൻ്റെ, ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള സാഹോദര്യത്തിൻ്റെ വിളനിലമാണ് കേരളം എന്ന് സത്യത്തിൽ നമ്മുടെ ഈ പൊങ്കാലയ്ക്കുള്ള ഈ സഹകരണവും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ആ ഒരു സംസാരം ആളുകൾ കൂടുതൽ ഏറ്റെടുത്ത സാഹചര്യവും ഒക്കെ വിളിച്ചറിയിക്കുന്ന, കേരളത്തെ വികലമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ അനുവദിച്ചു തരില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ റമളാൻ എന്ന് പറയുമ്പോൾ റമളാൻ്റെ സഹാനുഭൂതി, റമളാൻ്റെ പരസ്പര സ്നേഹം, റമളാൻ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന സാഹോദര്യം, അത് വിശ്വാസികൾക്കിടയിൽ മാത്രം ഉണ്ടായാൽ പോരാ. ആ റമളാൻ്റെ നല്ല അനുഭവങ്ങൾ സഹോദര സമുദായങ്ങൾക്ക് കൂടി അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു സംസാരത്തിൽ, ഈ റമളാൻ്റെ ഭാഗമായിട്ടുള്ള ആ സംസാരത്തിൽ പൊങ്കാലയുടെ വിഷയം കൂടി ഉൾപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഈ റമളാൻ്റേതായിട്ടുള്ള കാരുണ്യം ലഭിക്കണം എന്നുള്ളതാണ്. റമളാൻ്റെ ആദ്യ 10 സംബന്ധിച്ച് പറയുന്നത് തന്നെ അത് കാരുണ്യത്തിൻ്റെ 10 എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണയും സ്നേഹവും കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നേടണമെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കണം, മനുഷ്യരോട് കരുണ കാണിക്കണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് റമളാൻ പ്രദാനം ചെയ്യുന്നത്. ഇപ്പോൾ പൊങ്കാലയുടെ അവസരമാണെങ്കിലും മറ്റുള്ള എന്ത് അവസരങ്ങളാണെങ്കിലും മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവികത ശക്തിപ്പെടുത്തുന്നതിൻ്റേതുമായ ഒരു അവസരങ്ങൾ നമ്മൾ പാഴാക്കാൻ പാടില്ല എന്നാണ് നമ്മളന്ന് സംസാരത്തിൽ നൽകിയ ഒരു സന്ദേശം. എന്തായാലും ഇത് പുതുമയുള്ള കാര്യമല്ല. പൊങ്കാലയ്ക്ക് പാളയം പള്ളിക്ക് മുന്നിൽ ഇത്തരത്തിൽ പൊങ്കാല ഇടുന്നൊരു പുതുമയുള്ള കാഴ്ചയല്ല. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തെ വികൃതമാക്കാൻ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു പ്രാധാന്യം ഇതിന് ലഭിക്കുന്നത്, അല്ലേ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് പുതുമയുള്ള സംഗതിയല്ല. ഇത് നേരത്തെ തന്നെ ഇങ്ങനെ ഈ പൊങ്കാലയ്ക്ക് വരുന്ന ഈ പൊങ്കാല ഈ വർഷം കഴിഞ്ഞ വർഷം മാത്രമല്ലേ റമളാനിൽ വന്നിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 10 വർഷമായി വന്നിട്ട്. നമ്മൾ വന്ന വർഷം തന്നെ ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് വേണ്ടി കുടിവെള്ളം
അവർക്ക് മൂരുവെള്ളം നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് അന്ന് ശാന്തി സമിതി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നമ്മുടെ സുഗതകുമാരി ടീച്ചർ, അതേമാതിരി സുസൈപ്പാക്യം പിതാവ്, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ശാന്തി സമിതിയാണ് കൂട്ടായ്മ. അപ്പോൾ നമ്മുടെ ഈ കത്തീഡ്രലിൽ ഞാനും പോയിരുന്നു. കത്തീഡ്രലിൽ മോരുവെള്ളം കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ ചുമരിനോട് ഭിത്തിയോട് ചേർന്നിട്ട് വേറൊരു കൂട്ടായ്മ, എന്താണ് മുസ്ലിം പുരോഗമന വേദി എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ. എന്നാൽ ചെറുപ്പക്കാരൊക്കെ ഗൾഫിലൊക്കെയാണ്. അവർ ഇവിടെ മോരുവെള്ളം വിതരണം ചെയ്തിരുന്നു. ഈ പൊങ്കാല പോലുള്ള ഈ സൗഹൃദത്തിൻ്റെതായിട്ടുള്ള ഈ ആഘോഷങ്ങളിൽ പരസ്പരം സഹകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു വിശദീകരണമാണത്. എന്തായാലും നന്ദി ഇമാം. ഇത്തരത്തിൽ തന്നെ ഒരു മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചയായി പാളയം പള്ളിക്ക് മുന്നിലുള്ള ഈ കാഴ്ച മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പാളയം പള്ളിക്ക് മുന്നിലല്ല, തിരുവനന്തപുരത്തിന്റെ, കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദം തന്നെയാണ് നമുക്കിവിടെ പ്രതിഫലനമായി കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. വിനീഷ്, അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി. പാളയം ജുമാ മസ്ജിദ് ആയാലും പാളയം കത്തീഡ്രലായാലും ഒക്കെ തന്നെയും ഈ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീ ജനങ്ങളെ, ഭക്തരെ വരവേൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇമാമ് സൂചിപ്പിച്ചതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെ കാഴ്ച അതാണ് നമുക്ക് ഈ പാളയത്ത് കാണാൻ കഴിയുന്നത്. പാളയത്തല്ല, ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ തന്നെ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ മനോഹരമായ ഒരു ആറ്റുകാൽ പൊങ്കാല, മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ആറ്റുകാൽ പൊങ്കാല തന്നെയാണ് ഇപ്രാവശ്യവും നടക്കുന്നത്. ഏതൊരു ശക്തിക്കും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ കഴിയില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് ഇവിടെ നൽകാൻ നമുക്ക് കഴിയുന്നത്.